കർത്താവായ യേശു വെള്ളം വീഞ്ഞാക്കിയതെന്തിന്? അത്യുന്നതനും മഹാപരിശുദ്ധനുമായ ദൈവത്തിന്റെ വചനത്തെക്കുറിച്ചോ മധ്യേഷ്യയുടെ, അതായത് മിഡിൽ ഈസ്റ്റ് ചരിത്ര പാരമ്പര്യത്തെക്കുറിച്ചോ യാതൊരു വിധമായ അറിവും ഇല്ലാത്ത ചിലർ കർത്താവായ യേശു ദൈവമാണെങ്കിൽ മനുഷ്യനെ മത്തുപിടിപ്പിക്കുന്ന വീഞ്ഞ് കാനായിലെ കല്യാണത്തിന് ഉണ്ടാക്കിയതെന്തിന് എന്ന് ചോദിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ ഈ സംഭവം യാഥാർത്ഥ്യമല്ലെന്നും പിൽക്കാലത്ത് ആരോ ചിലർ കൂട്ടിച്ചേർത്തത കൽപ്പിത കഥയാണെന്നും അവർ വാദിക്കുന്നു. ദൈവം അബ്രഹാമിന് കൊടുത്തതും പിന്നീട് ഇസ്രായേൽ ജനം അവകാശമാക്കിയതുമായ കനാൻ ദേശത്ത് ധാരാളം ഒലിവ് തോട്ടങ്ങളും അത്തിവൃക്ഷങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ഉണ്ടായിരുന്നു. ഇസ്രായേൽ ജാതിയെപ്പോലെ തന്നെ അതിനു മുമ്പ് അവിടെ പാർത്തിരുന്നതായ ജാതികളും വീഞ്ഞ് ധാരാളമായി ഉപയോഗിച്ചിരുന്നു. വീഞ്ഞ് അവർക്ക് സർവ്വസാധാരണമായ ഒരു പാനീയമായിരുന്നു. വാഗ്ദത്ത ദേശത്തേക്കുള്ള അവരുടെ യാത്രാമധ്യേ ദൈവം ഇസ്രായേൽ ജാതിയോട് ധാരാളം ധാന്യവും വീഞ്ഞും ഉള്ളതായ ഒരു ദേശത്തേക്കാണ് അവരെ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളതായി ആവർത്തന പുസ്തകം 33-ാം അധ്യായം 28-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവർക്ക് ചുറ്റുമുണ്ടായിരുന്നതായ ദേശങ്ങളിലെ നിവാസികളും ധാരാളം വീഞ്ഞുണ്ടാക്കുകയും അത് കുടിച്ചു പോരുകയും ചെയ്തിരുന്നു. മുന്തിരിത്തോട്ടങ്ങൾ സർവ്വസാധാരണമായിരുന്നതിനാൽ ധാരാളമായി ഉണ്ടാകുന്നതായ മുന്തിരിങ്ങ അവർ വീഞ്ഞ് രൂപത്തിലാക്കി സൂക്ഷിച്ചിരുന്നു. ആ ദേശങ്ങളിലെല്ലാം വീഞ്ഞ് സർവ്വസാധാരണമായ ഒരു പാനീയമായിരുന്നു. പിതാവായ അബ്രഹാം 5 രാജാക്കന്മാരെ തോൽപ്പിച്ച് വിജയിയായി മടങ്ങി വന്നപ്പോൾ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്ന മെൽക്കീസേദെക്ക് അപ്പവും വീഞ്ഞുമായി അബ്രഹാമിനെ എതിരേറ്റ് ചെന്നു. ഉൽപ്പത്തി പുസ്തകം 14-18 മുതലുള്ള ഭാഗങ്ങൾ കാണുക. ഇവിടെ ദൈവത്തിന്റെ പുരോഹിതൻ പ്രവാചകനായ അബ്രഹാമിനെ അപ്പവും വീഞ്ഞുമായി എതിരേറ്റ് ചെല്ലുന്നതായി കാണുന്നു. ഇസ്രായേലിയർ വീഞ്ഞ് വീടുകളിൽ സൂക്ഷിച്ചിരുന്നത് കൂടാതെ തങ്ങളുടെ യാത്രയിലും കൂടെ കൊണ്ടുപോയിരുന്നു. വീഞ്ഞ് ഇസ്രായേൽ ജനതയുടെ ആരാധനയിലും ഒരു പ്രധാന സ്ഥാനം വഹിച്ചിരുന്നു. മോശയിൽ കൂടെ ദൈവം നൽകിയ ന്യായപ്രമാണ പ്രകാരം വീഞ്ഞ് ആരാധനാമധ്യേ പാനീയ യാഗമായി അർപ്പിച്ചിരുന്നു. പുറപ്പാട് പുസ്തകം 29-40. മറ്റ് വിളവുകളോടൊപ്പം വീഞ്ഞും അവർ ആദ്യ ഫലമായി ആലയത്തിൽ കൊണ്ടുവന്നിരുന്നു. അതുപോലെ തന്നെ പുതുവീഞ്ഞ് ദശാംശമായി 10-1 അവർ ദൈവസന്നിധിയിൽ അർപ്പിച്ചിരുന്നു. ആവർത്തനം 12-17, 14-23. ഇത് മോശയുടെ ന്യായപ്രമാണ പ്രകാരം അവർ ചെയ്തു പോന്നു. മരുഭൂമിയിൽ വിശുദ്ധം ദാഹിച്ചും ഇരുന്ന ദാവീദും കൂട്ടരും ധനികനായ നാബാലിന്റെ ഭവനത്തിൽ രോമം കത്രിക്കുന്ന അടിയന്തരം ഉണ്ടെന്ന് കേട്ടിട്ട് അവിടേക്ക് ആളുകളെ അയക്കുകയും പിന്നീട് അവിടെ നിന്ന് ധാരാളം ആഹാരവും അതോടുകൂടെ വീഞ്ഞും അവർക്ക് ലഭിക്കുകയും ചെയ്തതായി വിശുദ്ധ ശമൂവേലിന്റെ 1-ാം പുസ്തകം 25-ാം അധ്യായത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നു. വീഞ്ഞ് അവർക്ക് ദൈനംദിന ആഹാരക്രമത്തിന്റെ ഭാഗമായിരുന്നു. പ്രവാചകന്മാരിൽ വീഞ്ഞ് ഉപയോഗിച്ചിരുന്നവരും അത് ഒഴിവാക്കിയിരുന്നവരും ഉണ്ടായിരുന്നതായി മനസ്സിലാക്കുവാൻ കഴിയും. വിശുദ്ധ ദാനിയേൽ പ്രവാചകൻ ഉപവാസത്തിലായിരുന്ന സമയത്ത് വീഞ്ഞ് ഒഴിവാക്കിയിരുന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദാനിയേൽ 10-3. അതിന്റെ അർത്ഥം മറ്റു സമയങ്ങളിൽ അദ്ദേഹം അത് ഉപയോഗിച്ചിരുന്നു എന്നാണല്ലോ. ശലോമോൻ രാജാവ് ധാരാളം മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കുകയും വീഞ്ഞ് ഉപയോഗിക്കുകയും ചെയ്തിരുന്നതായി വെളിവാകുന്നു. നെഹമ്യാവ് പേർഷ്യൻ രാജാവിന്റെ കൊട്ടാരത്തിൽ പാനപാത്രവാഹകനായിരുന്നു. അങ്ങനെയുള്ള ഒരാൾ വീഞ്ഞ് രാജാവിന് പകർന്നു കൊടുക്കുമ്പോൾ അത് രുചിയുള്ളതും രാജാവിന് ഹാനികരമായ യാതൊരു വിഷാംശങ്ങളും കലർന്നിട്ടില്ലാത്തതും ആണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഫറവോ രാജാവിന്റെ പാനപാത്രവാഹകൻ യോസഫിനോടുകൂടെ തടവിലായിരുന്ന സമയത്ത് കണ്ടതായ സ്വപ്നം യോസഫ് വിവരിച്ചതായി വേദപുസ്തകത്തിൽ കാണപ്പെടുന്നു. നല്ല ശമരിയാക്കാരന്റെ കഥയിൽ കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ട് വഴിയിൽ മുറിവേറ്റ് കിടന്ന മനുഷ്യനെ ശമരിയാക്കാരൻ കണ്ടെത്തി മുറിവുകളിൽ ഒലിവെണ്ണയും വീഞ്ഞും വെച്ചുകെട്ടി ശുശ്രൂഷിച്ചതായി കാണുവാൻ സാധിക്കും. ആ ദേശനിവാസികൾ യാത്രയിലും വീഞ്ഞ് കൂടെ കൊണ്ടുപോയിരുന്നു എന്ന് വ്യക്തമാക്കുന്ന സംഭവമാണിത്. യോഹന്നാൻ തിന്നാതെയും കുടിക്കാതെയും വന്നു, മനുഷ്യപുത്രൻ തിന്നും കുടിച്ചും കൊണ്ട് വന്നു എന്ന് കർത്താവായ യേശു പറഞ്ഞതിൽ നിന്നും യേശു വീഞ്ഞ് ഉപയോഗിച്ചിരുന്നതായും യോഹന്നാൻ സ്നാപകൻ അത് ഒഴിവാക്കിയിരുന്നതായും മനസ്സിലാവുന്നു. പെസഹ പെരുന്നാളിന് കർത്താവായ യേശു വീഞ്ഞ് കുടിക്കുകയും തന്റെ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തു. വിശുദ്ധ മത്തായി
26-ാം അധ്യായം. പഴയ നിയമ ആരാധനയിലെന്ന പോലെ തന്നെ പുതിയ നിയമ ആരാധനയിലും വീഞ്ഞ് പങ്ക് വഹിക്കുന്നു. കർത്താവായ യേശു കൽപ്പിച്ചു നൽകിയതായ കർത്താവിന്റെ മേശയിൽ, അതായത് ഹോളി കമ്മ്യൂണിയനിൽ അപ്പവും വീഞ്ഞും ആദിമ നൂറ്റാണ്ട് മുതൽ ഉപയോഗിച്ചു പോരുന്നു. എന്നാൽ പഴയ നിയമം എന്നതുപോലെ തന്നെ പുതിയ നിയമത്തിലും വീഞ്ഞു കുടിച്ച് മത്തരാകുന്നതിനെ വിലക്കിയിരിക്കുന്നു. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ എന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കർശനമായി നിഷ്കർഷിച്ചിരുന്നു. ആയതുപോലെ മദ്യപാനികൾ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്നും തിരുവചനം പറയുന്നു. കർത്താവായ യേശു കാനാവിൽ കല്യാണത്തിന്റെ വെള്ളം വീഞ്ഞാക്കിയത് മദ്യപിച്ച് മത്തരാകുന്നതിന് പ്രേരണ നൽകുന്ന ഒന്നല്ല. മുന്തിരിവള്ളിയെ സൃഷ്ടിക്കുകയും വീഞ്ഞ് പാനീയാഗമായി സ്വീകരിക്കുകയും പുതുവീഞ്ഞ് ആദ്യ ഫലമായും 10-1 സ്വീകരിച്ചു പോരുകയും ചെയ്ത ദൈവം മനുഷ്യനായി അവതരിച്ചപ്പോൾ വീഞ്ഞ് രുചിച്ചു നോക്കുകയും കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കുകയും ചെയ്തു.